പെട്ടിയായിട്ടാണ് ഓരോ സ്ഥലം. വീട്ടിലെ മുറി ഒരു പെട്ടി, പിന്നെ സ്കൂൾ ബസ് വേറൊരു പെട്ടി, അവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ക്ലാസ് മുറി എന്ന വേറൊരു പെട്ടി. ഈ തരത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ് അത് കുട്ടിയുടെ ബാല്യം. അപ്പോ സകലം പഠിപ്പിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. കുട്ടിയുടെ പ്രായത്തിൽ കളിക്കേണ്ട പ്രായം, കുട്ടിയുടെ കളിച്ചു വളരേണ്ട കാലം, ആ ഘട്ടത്തിലൊന്നും കുട്ടിക്ക് അതിന് കഴിയുന്നില്ല. കുട്ടിയെ ചെറുപ്രായത്തിൽ തന്നെ വല്ലാത്ത കാര്യങ്ങൾ പഠിപ്പിക്കാനുള്ള വേവലാതിയും ബേജാറും ഒക്കെയാണ് സമൂഹത്തിനാകെ. ഈ ഒരു ചിന്തയുടെ ഭാഗമായി കുട്ടിയുടെ ബാല്യം അങ്ങ് നഷ്ടപ്പെട്ടു പോവുകയാണ്. കുട്ടിയുടെ മനസ്സ് തന്നെ ഒരു പ്രത്യേക രൂപത്തിൽ രൂപപ്പെടുകയാണ്. അപ്പോ ഒരുതരം അടഞ്ഞ മനസ്സ്, എല്ലാം പഠിപ്പ് പഠിപ്പ് പഠിപ്പ്, പഠിപ്പിനപ്പുറം ഒന്നുമില്ല എന്നൊരു മട്ടിലേക്ക് മാറുന്ന കുട്ടി. ഇതാണ് പൊതുവെ കാണാൻ നമുക്ക് കഴിയും. എല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയാൽ കുട്ടിയോടൊപ്പം സന്തോഷവും സങ്കടവും ഒക്കെ പങ്കിടാൻ ചില കുടുംബങ്ങളിൽ ആരുമില്ല. അവിടെ അച്ഛനമ്മമാർക്ക് തന്നെ പരസ്പരം സംസാരിക്കാൻ സമയമില്ല. ഓരോരുത്തരും അവരവരുടേതായ സ്വകാര്യ ലോകങ്ങളിൽ, ചിലപ്പോൾ TV സീരിയലാകാം, അല്ലെങ്കിൽ ഫോണിൽ അഭിരമിക്കലാകാം. അപ്പൊ കുട്ടിക്ക് വരുന്നത് എന്താ? ഒരുതരം വല്ലാത്ത അനാഥാവസ്ഥ. ഇവിടെ കുട്ടികളുടെ കാര്യം മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. എങ്ങനെ രക്ഷിതാക്കളായി മാറണം, രക്ഷിതാക്കൾ എന്ത് ചെയ്യണം, ആ കാര്യവും ഈ സമൂഹത്തിൽ വലിയ തോതിൽ ബോധവൽക്കരണം ആവശ്യമുള്ള കാര്യമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ കുട്ടി എന്താകുന്നു? തന്റേതായ ഡിജിറ്റൽ ലോകത്തിലേക്ക് ഒരുങ്ങുന്നു. അങ്ങനെ മെല്ലെ മെല്ലെ ഡിജിറ്റൽ എഡിക്ഷൻ കുട്ടിയിലേക്ക് മാറും, കുട്ടിക്ക് വരും. അതിൽ നടത്തി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അച്ഛനായാലും അമ്മയായാലും ഒക്കെ ആ കുട്ടിയുടെ ശത്രുക്കൾ